കരടിയുടെ മാജിക്. ഈ കഥ നടന്നത് സീതാപുരത്തിലാണ്. അവിടെ സുരേഷും നീലവും ജീവിച്ചുകൊണ്ടിരുന്നു. സുരേഷ് ആട്ടിടയനാണ്. നീലം വീട്ടുജോലികളും ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് അത്ര വരുമാനമില്ലായിരുന്നു. കിട്ടുന്ന വരുമാനത്തിൽ ചിലവ് നടത്തുന്നത് വളരെ പാടായിരുന്നു. അതുമല്ലാതെ ആടുകൾക്ക് നല്ല ഭക്ഷണവും കൊടുക്കണമായിരുന്നു. ഇതൊന്നും താങ്ങാൻ കഴിയാതെ അവന്റെ ഭാര്യ ഒരുപാട് ദുഃഖിച്ചിരുന്നു. ഹോ, എന്താ ഇത്? എന്റെ സമയം ശരിയല്ല. വീട്ടിൽ 2 നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. നീ എന്തിനാ ഇങ്ങനെ പറയുന്നേ? ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇനി കാത്തിരിക്കാൻ കൂടി പറയ്. എത്ര ദിവസം കൊണ്ട് ഞാൻ കാത്തിരിക്കുക. എന്നിട്ട് എന്ത് ഫലം? സുരേഷ് അവന്റെ ഭാര്യയുടെ പിറുപിറുക്കൽ കേട്ട് വളരെയധികം ക്ഷീണിച്ചുപോയി. അതുകൊണ്ട് പാവം അവിടെ നിന്ന് ജോലിക്ക് പോയി. ഒരു ദിവസം അവന്റെ ആടുകളെ മേയിച്ചുകൊണ്ടവൻ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കുറുക്കന്മാർ അവിടേക്ക് വന്നു. ആ കുറുക്കന്മാരുടെ കൂട്ടം കണ്ട ഉടനെ സുരേഷ് ഒരുപാട് പേടിച്ചുപോയി അവൻ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു. അപ്പോൾ എല്ലാ കുറുക്കന്മാരും അവന്റെ എല്ലാ ആടുകളെയും കടിച്ചു കീറി കൊന്നു. അവന്റെ എല്ലാ ആടുകളും കൺമുൻപിൽ തന്നെ ചത്തുവീണു. അതുകൊണ്ട് പാവം സുരേഷ് അവൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അവന്റെ ആടുകളെല്ലാം അവന്റെ കൺമുൻപിൽ തന്നെ ചത്തുപോയി. എന്നാൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതേസമയം അവിടേക്ക് ഒരു കരടി വന്നു. ആ കരടി അവിടെയും ഇവിടെയും നോക്കി. ആരാ അവിടെ കരയുന്നതെന്ന്. കരടിയെ കണ്ടതും സുരേഷ് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. എന്നാൽ കരടി തന്റെ മാന്ത്രിക ശക്തിയാൽ അവന്റെ മുൻപിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? നിന്റെ പ്രശ്നം എന്താണ്? അയ്യോ, ഈ കരടി സംസാരിക്കുന്നു. അതെ, എനിക്ക് ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന എല്ലാ ശക്തികളുമുണ്ട്. ഞാനൊരു മാന്ത്രിക കരടിയാണ്. പറ, നിനക്ക് എന്താ സംഭവിച്ചത്? ഞാനിവിടെ ആടുകളെ മേയ്ക്കാൻ വന്നതാണ്. എന്നാൽ ചെന്നായ്ക്കൾ വന്ന് അവരെ എല്ലാം കൊന്നൊടുക്കി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? ഇത് കേട്ടാൽ എന്റെ ഭാര്യ വിഷമിക്കും. എന്റെ കയ്യിൽ ഇപ്പോൾ കഴിക്കാൻ പോലും ഒന്നുമില്ല. ഈ ആടുകളെ വെച്ചാ ഞാൻ ഒരു നേരമെങ്കിലും കഴിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഒരു പിടിയുമില്ല. നീ ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കരടി അതിന്റെ വായിൽ നിന്നും 2 സ്വർണ്ണക്കട്ടകൾ വെളിയിലേക്ക് കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ സുരേഷിനും ഒരുപാട് സന്തോഷം വന്നു. അയ്യോ, സ്വർണമോ? വായിൽ നിന്നും നീ ഇതെങ്ങനെ കൊണ്ടുവന്നു? നീ സത്യത്തിൽ മാന്ത്രിക കരടിയാ? അതെ, നിനക്ക് എപ്പോൾ എന്റെ ആവശ്യം വരുന്നോ നീ എന്നെ അപ്പോൾ വിളിക്കേ. നിന്റെ ശബ്ദം കേട്ട് ഞാൻ അപ്പോൾ തന്നെ വരും. നീ ഒന്നോർത്തും വിഷമിക്കണ്ട. നിനക്ക് എന്താവശ്യം വന്നാലും നിനക്കെന്നെ വിളിക്കാം. അതിനുശേഷം സുരേഷ് ഒരുപാട് സന്തോഷിച്ച് ആ സ്വർണ്ണക്കട്ടകളും എടുത്ത് അവൻ വീട്ടിലേക്ക് പോയി. അത് കൊണ്ടുവന്ന് ഭാര്യയെ അവൻ കാണിച്ചു. നമ്മുടെ ആടുകളെല്ലാം എവിടെ പോയി? നിങ്ങൾ അതിനെ എവിടെ വിട്ടിട്ട് വന്നു? അപ്പോൾ സുരേഷ് നീലമിനെ ആ സ്വർണ്ണക്കട്ടകൾ എടുത്ത് കാണിച്ചു. അയ്യോ, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറ, എവിടുന്ന് കൊണ്ടുവന്നതാ? ഞാനൊരു മാന്ത്രിക കരടിയെ കണ്ടു. ഞാൻ കാട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ സ്വർണവും തന്നിട്ട് പോയി. നമ്മുടെ ആടുകളെ എല്ലാം ചെന്നായ തിന്നു. അങ്ങനെ നിൽക്കുന്ന എന്റെ അവസ്ഥ കണ്ട് മാന്ത്രിക കരടി ഈ സ്വർണം എനിക്ക് തന്നതാ. ഇനി അത് മാന്ത്രിക കരടിയാണെങ്കിൽ അതിനെ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സ്വർണം വാങ്ങിക്കാം. അതെ അതെ, അതിനെ എങ്ങനെ വിളിക്കണമെന്ന് അതെന്നോട് പറഞ്ഞു. ഞാൻ അതിനെ എപ്പോൾ വിളിച്ചാലും അതിന്റെ ശബ്ദം കേട്ടാൽ ഓടി വരും. ശരി, നമുക്ക് നാളെ തന്നെ പോകാം. ആ കരടിയുടെ കയ്യിൽ നിന്ന് എല്ലാ സ്വർണവും വാങ്ങിക്കൊണ്ടുവരാം. അടുത്ത ദിവസം തന്നെ നീലവും സുരേഷും ആ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ സുരേഷ് അതേ വാക്ക് പറഞ്ഞു. അത് കേട്ട ഉടനെ കരടി ദൂരെ നിന്നും അവന്റെ അടുത്തേക്ക് വന്നു. മാന്ത്രിക കരടി, എനിക്ക് കുറച്ചുകൂടി സ്വർണം തരുമോ? എനിക്ക് കുറെ കടമുണ്ട്. ഓ ശരി, നീ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. അതുകൊണ്ട് കരടി വേറെ വഴിയില്ലാതെ അവൻ ചോദിച്ച സ്വർണ്ണക്കട്ടകൾ അത് കൊടുത്തു. പിന്നെ ദിവസവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ദിവസവും ആ മാന്ത്രിക കരടിയുടെ അടുത്ത് പോയി ഓരോരോ കാരണം പറഞ്ഞ് സ്വർണ്ണക്കട്ട വാങ്ങിക്കൊണ്ടുവരും. നീലത്തിനും സുരേഷിനും പതുക്കെ പതുക്കെ അത്യാഗ്രഹം കൂടി. അവർ ഒരുപാട് അത്യാഗ്രഹികളായി. അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ മാന്ത്രിക കരടിയുടെ കയ്യിൽ എത്രത്തോളം സ്വർണമുണ്ടോ അതെല്ലാം കൈക്കലാക്കണമെന്ന്. ഇവിടെ നോക്കൂ, ഞാൻ പറയുന്നത് എന്തെന്നാൽ നാളെ തന്നെ നമുക്ക് അവിടേക്ക് പോയി ആ മാന്ത്രിക കരടിയെ പിടികൂടിക്കൊണ്ടുവരാം. അതിന്റെ കയ്യിലുള്ള എല്ലാ സ്വർണവും അപ്പോഴേ കൈക്കലാക്കാൻ പറ്റൂ. നീ പറഞ്ഞതും ശരിയാ, ഞാനും അതാ ചിന്തിച്ചത്. അങ്ങനെ രണ്ടുപേരും അടുത്ത ദിവസം തന്നെ മാന്ത്രിക കരടിയുടെ അടുത്തേക്ക് പോയി. സുരേഷ് എന്തോ ഒരു ശബ്ദമിട്ട് ആ കരടിയെ വിളിച്ചു. അപ്പോൾ കരടിയും അവിടേക്ക് വന്നു. നീലം അവളുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നിൽ നിന്ന് സുരേഷ് വന്ന് ആ കരടിയുടെ മുകളിൽ വലയെറിഞ്ഞു. രണ്ടുപേരും അതിനെയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു.
ഇവിടെ നോക്ക് കരടി, നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ നിന്റെ കയ്യിൽ എത്ര സ്വർണ്ണക്കട്ടകളുണ്ടോ എല്ലാം ഇങ്ങു തന്നോ. ഞങ്ങൾക്ക് ഒരുപാട് സ്വർണം ആവശ്യമുണ്ട്. നിങ്ങൾ അത്യാഗ്രഹികളാണ്. നിങ്ങൾ കഷ്ടപ്പാടിലാണെന്ന് ഞാൻ നിങ്ങൾക്ക് സ്വർണം തന്നു. ഇനി ഇങ്ങനെയുള്ള ദുഷ്ട മനുഷ്യന്മാർക്ക് ഞാൻ ഒരിക്കലും ഇനി സ്വർണം കൊടുക്കുകയില്ല. നീലം വളരെ ദേഷ്യത്തോടെ ആ കരടിയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കരടി ഒച്ചയിൽ അലറി. നീലം അപ്പോൾ പേടിച്ച് പുറകിലോട്ടും പോയി. അപ്പോൾ ആ കരടിയും അവളുടെ കയ്യിൽ കയറി കടിച്ചു. അയ്യോ, എന്താ ഇത്? വിട് വിട്, എന്നെ വിട്, എന്റെ കൈ വേദനിക്കുന്നു, വിട്. അയ്യോ കരടി, എന്റെ കൈ വിട്. നിന്നെ പോലെയുള്ള അത്യാഗ്രഹികളെ ഇങ്ങനെ വേണം ഒരു പാഠം പഠിപ്പിക്കാൻ. ഞാൻ നിങ്ങളെ സഹായിച്ചു, എന്നാൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. മാന്ത്രിക കരടി, എന്നോട് ക്ഷമിക്കൂ. എന്റെ ഭാര്യയെ വിട്ടേക്കൂ, അവളെ കൊല്ലല്ലേ. ശരി, ഞാൻ ഇവളെ വിട്ടേക്കാം. എന്നാൽ ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചത് തെറ്റായിപ്പോയി. ഇനി ഞാൻ നിങ്ങളെ ഒരിക്കലും സഹായിക്കുകയേയില്ല. അതിനുശേഷം മാന്ത്രിക കരടി എത്ര സ്വർണ്ണക്കട്ടകൾ അവർക്ക് കൊടുത്തോ അതെല്ലാം തിരിച്ചെടുത്തു. ഇപ്പോൾ സുരേഷും നീലവും തെരുവിലായി. ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അത്യാഗ്രഹം ആപത്താണ്. ഉള്ളത് വച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഉറപ്പായും അത് അത്യാഗ്രഹമാണ്. ആ കരടിയുടെ നല്ല മനസ്സ് സുരേഷും നീലവും ദുരുപയോഗം ചെയ്തു. അവസാനം അവരുടെ അവസ്ഥയും ഇങ്ങനെയായി. എന്നാൽ ആ മാന്ത്രിക കരടി വീണ്ടും ഒരുപാട് പേരെ സഹായിച്ചുകൊണ്ടേയിരുന്നു.